എൻട്രി എലിവേറ്റ് മോണ്ടിസോറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിങ്സ് ടു റിമെമ്പർ വെൻ പ്രസന്റിങ് മോണ്ടിസോറി ആക്ടിവിറ്റീസ്. നമുക്കറിയാം, മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അപ്പാരറ്റസിലൂടെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് ജനറലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളുടെ മൈൻഡിൽ കീപ്പപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രിപ്പയർ യുവർ സെൽഫ്. നമ്മൾ ആദ്യം പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന അപ്പാരറ്റസിനെ കുറിച്ചോ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. കാരണം നമുക്കറിയാം, നമ്മൾ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അവിടെ ഒരിക്കലും നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത്. അതിപ്പോൾ മോണ്ടിസോറി സ്കൂളിലാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സ്കൂളിലാണെങ്കിലും ഇത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കണം. കാരണം കുട്ടികൾക്ക് തെറ്റ് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ മറ്റാര് പറഞ്ഞാലും അത് അഡ്മിറ്റ് ചെയ്യുകയില്ല. നമ്മൾ തന്നെ അത് തെറ്റ് തിരുത്തിയാൽ മാത്രമാണ് അവരത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. കണ്ടിട്ടുണ്ടല്ലോ, പല പേരൻസ് പറയും, മോനെ അതല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കുട്ടി എന്ത് പറയും? ഉമ്മയ്ക്ക് അറിയില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് അറിയില്ല, എൻ്റെ ടീച്ചർ പറഞ്ഞതാണ് വലിയ കാര്യം എന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എടുക്കാൻ പോകുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രസൻറ്റേഷൻ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അത് എന്തിനാണ് കൊടുക്കുന്നത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കാണ് അത് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ആ ഒരു മെറ്റീരിയൽ പ്രസൻറ്റേഷൻ കൊടുക്കാനായിട്ട്. സോ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് ഒന്ന് നോക്കാം. ഇൻവൈറ്റ് ദ ചൈൽഡ് ടു പാർട്ടിസിപ്പേറ്റ്. നമ്മൾ കുട്ടിയെ ഒരു മെറ്റീരിയൽ പ്രസൻറ്റേഷൻ പഠിപ്പിക്കാനായിട്ട് ആദ്യം നമ്മൾ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യണം. പണ്ടത്തെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? നമ്മൾ കുട്ടിയോട് അല്ലെങ്കിൽ ഒരു ടീച്ചർ കുട്ടിയെ കമാൻഡ് ചെയ്യും, അല്ലേ, ഇന്നത് പഠിക്കാം, ഇന്നത് ചെയ്യാം എന്ന് നമ്മൾ അങ്ങോട്ട് കമാൻഡ് ചെയ്യാണ്, ഇത് പഠിക്കൂ എന്ന് പറയുന്ന രീതിയിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എങ്ങനെ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഫോർമാറ്റ് കൂടി നമുക്കുണ്ട്. സോ റിമെമ്പർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബീയിങ് ഇൻവൈറ്റഡ് ടു വർക്ക് ആൻഡ് ബീയിങ് ടു ടോൾഡ് ടു ഡു ഇറ്റ്. നമ്മൾ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യുന്നതും അതേപോലെ കുട്ടിയോട് പറയുന്നതിനും ഒരു രീതിയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുട്ടിയെ ഒരു മെറ്റീരിയൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി കുട്ടിയെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പറയാം? വുഡ് യു ലൈക്ക് ടു സീ എ ന്യൂ ആക്ടിവിറ്റി? ഓർ ഷാൽ വി ഡു എ ന്യൂ ഗെയിം? ആർ യു ഇൻട്രസ്റ്റഡ് ടു ഡു എ ന്യൂ ആക്ടിവിറ്റി? ഇങ്ങനെ പല രീതിയിലുള്ള സെന്റൻസുകൾ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ആ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യാം. സോ ഇൻവിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി തേർഡ് പോയിന്റ് നമ്മൾ പറയുന്നത് യൂസ് ആപ്റ്റ് ഇൻവിറ്റേഷൻ സെന്റൻസ് എന്നുള്ളതാണ്. കുട്ടിയെ നമ്മൾ വെൽക്കം ചെയ്തു അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പൊളൈറ്റ് ആയിരിക്കണം, പ്ലസന്റ് ആയിരിക്കണം. ആ വിളിയിൽ ആ കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വുഡ് യു ലൈക്ക് ടു സീ എ ന്യൂ ആക്ടിവിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ എ ന്യൂ ഗെയിം ചോദിക്കാം. അങ്ങനെ പല രീതിയിലുള്ള സെന്റൻസിലൂടെ നമുക്ക് ആ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ദ ഫോർത്ത് പോയിന്റ്, ദാറ്റ് ഈസ് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് വെൻ ഇൻവൈറ്റിംഗ് ഓർ സ്പീക്കിംഗ് ടു ദ ചൈൽഡ്. നമ്മളിപ്പോൾ മോണ്ടിസോറിയിൽ മാത്രമല്ല, നമ്മളൊരു നോർമൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും കുട്ടികളെ നോക്കി പഠിപ്പിക്കണം എന്ന് പറയും. ഒരു ക്ലാസ് റൂമിൽ എത്ര കുട്ടികളുണ്ടെങ്കിലും എല്ലാ കുട്ടികളെയും വാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്. എന്തുകൊണ്ടാണ്? അവർ നമ്മളോട് ശ്രദ്ധ ചെലുത്താൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലേ? സോ ഇവിടെ നമ്മൾ ആ കുട്ടീനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ആ കുട്ടിയുടെ മുഖത്ത് നോക്കി വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂ ഗെയിം എന്നൊക്കെ നോക്കുമ്പോൾ ആ കുട്ടിയുടെ മൂഡ് തിരിച്ചറിയാൻ പറ്റും. ഈവൻ ആ കുട്ടി ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ, ഇപ്പോൾ ആ മെറ്റീരിയൽ കൊടുക്കാൻ പറ്റിയ ഒരു ടൈമാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു ഐ കോണ്ടാക്റ്റിലൂടെയാണ് പറ്റുന്നത്. ഓക്കെ, ദിസ് റെസ്പെക്റ്റ്ഫുള്ളി ടെൽസ് ദാറ്റ് child that he has your undivided attention. ഞാൻ പറഞ്ഞ മാതിരി അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഐ കോണ്ടാക്ട് നിലനിർത്തി സംസാരിക്കണം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നതോ, in return the child's eyes tells you that the child ready to learn. നമ്മൾ പറഞ്ഞില്ലേ, കുട്ടിയോട് മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ആ കുട്ടിക്ക് റൈറ്റ് ടൈം ആണോ, ഈ ഒരു മെറ്റീരിയൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണോ. ഇപ്പം നമ്മൾ കാണാറില്ലേ, ഒരു ഫസ്റ്റ് ടു ഫോർത്ത് പീരീഡ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പീരീഡിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കും കുട്ടി ഫോർത്ത് പീരീഡിലേക്ക് നോക്കുമ്പോൾ ആൾ ഓൾറെഡി ടയേർഡ് ആയിരിക്കും, വിശക്കുന്നുണ്ടാകും, അവരുടെ മുഖമൊക്കെ ഡള്ളായിട്ടുണ്ടാകും. ഇങ്ങനെ കുറേ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും?
ചിലപ്പോൾ ഒന്ന് വാമപ്പ് എക്സസൈസ് ഒക്കെ കൊടുക്കും അല്ലേ? നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ പണ്ടത്തെ കാലത്തെ ടീച്ചേഴ്സ് വന്ന വഴി തന്നെ സ്റ്റാൻഡ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഒരു റിഫ്രഷ് ചെയ്യും അല്ലേ? നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആ ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു ഇൻവിറ്റേഷനിലൂടെ, ഇവരുടെ ഐ കോണ്ടാക്റ്റിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പൊ ആ കുട്ടി അതിന് റെഡി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു മെറ്റീരിയൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ അപ്പാരറ്റസ് ക്ലാസ് നമ്മൾ അടുത്ത കുട്ടികൾക്ക് കൊടുക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഷോ നോട്ട് ടെൽ എന്നുള്ളതാണ്. അതായത് നമ്മൾ മോണ്ടിസറി പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കുട്ടികളുടെ അടുത്ത് ഓവറായിട്ട് സംസാരിക്കുകയില്ല. കാരണം കുട്ടി ആ പ്രസന്റേഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ മെറ്റീരിയലിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ആ മെറ്റീരിയൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യാതൊരു രീതിയിലും സംസാരിക്കാൻ പാടില്ല. ഇൻ കേസ് സംസാരിക്കുകയാണെങ്കിൽ മിനിമൽ ആയിട്ടുള്ള വേർഡ്സുകളോ അല്ലെങ്കിൽ മിനിമൽ സെന്റൻസുകൾ മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ നമ്മളുടെ സംസാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യൂസ് ദ ഫ്യൂവസ്റ്റ് നമ്പർ ഓഫ് വേർഡ്സ് പോസിബിൾ ഡ്യൂറിങ് പ്രസന്റേഷൻ. പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ മിനിമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂവസ്റ്റ് നമ്പർ ഓഫ് വേർഡ്സ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. The child's focus should be on the material and the presentation എന്നുള്ളതാണ്. കുട്ടിയുടെ ഫോക്കസ് എപ്പോഴും എവിടെയായിരിക്കണം? നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു മെറ്റീരിയലിലോ അല്ലെങ്കിൽ ആ പ്രസന്റേഷനിലോ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നോട്ട് ഓൺ യുവർ വേർഡ്സ്. നിങ്ങൾ പറയുന്നതല്ല കുട്ടി കേൾക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നതാണ് ആ കുട്ടി കാണേണ്ടത് എന്നുള്ളതാണ്. ഓരോ മെറ്റീരിയലിന് ഓരോ എയിമുകളുണ്ട്. ആ ഒരു എയിം ആ കുട്ടിക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിലും ഗ്രാസ്പ് ചെയ്യണമെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കൊടുത്താൽ മാത്രമാണ് അത് യൂസ്ഫുൾ ആവുകയുള്ളൂ കേട്ടോ. 6th വൺ എന്ന് പറഞ്ഞാൽ ടീച്ച് ഹൗ ടു ക്യാരി ഈച്ച് മെറ്റീരിയൽ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഓൾറെഡി മോണ്ടിസറി മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. ഓരോ മെറ്റീരിയൽ ഹോൾഡ് ചെയ്യുന്നതും ക്യാരി ചെയ്യുന്നതും ഫോൾഡ് ചെയ്യുന്നതും എടുത്തു വെക്കുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. സോ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ക്യാരി ചെയ്യണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേന ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ഒരു പേന ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വരെയും നമ്മുടെ മോണ്ടിസറിയിലെ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഈ പെൻ എന്ന് പറഞ്ഞ സംഭവം എന്തായിരിക്കും? ഷാർപ്പ് ഒബ്ജക്ട്സ് ആണ്. സോ കുഞ്ഞു മക്കൾ ഈ ഷാർപ്പ് ഒബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് വരെ നമ്മുടെ മോണ്ടിസറിയിലെ ഒരു ആക്ടിവിറ്റിയാണ്. അല്ലെങ്കിൽ എങ്ങനെ ഒരു ചെയറിലിരിക്കണം, ചെയറിലിരിക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മൈന്യൂട്ടായിട്ട് ആ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നമ്മൾ ക്യാരി ചെയ്യണം, എങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായി നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ ഓടിപ്പോയി മെറ്റീരിയൽ പ്രസന്റ് ചെയ്ത് കാണിക്കുകയല്ല, അത് എടുക്കുന്നത് മുതൽ അത് തിരിച്ച് വെക്കുന്നത് വരെയുള്ള സ്റ്റെപ്സുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 7th വൺ പ്രസന്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം എന്നുള്ളതാണ്. നമ്മൾ ഒരു മെറ്റീരിയൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും അതിൻ്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം ആയിരിക്കും, മുകളിൽ നിന്ന് താഴേക്ക് അറേഞ്ച് ചെയ്യുന്നത്. ഈ 2 അറേഞ്ച്മെന്റ്സ് ആണ് നമ്മുടെ മോണ്ടിസറി ക്ലാസ് റൂമിൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓൾ പ്രസന്റേഷൻ മൂവ്സ് ഇൻ ദിസ് ഡയറക്ഷൻ ആസ് ആൻ ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് വെസ്റ്റേൺ സ്ക്രിപ്റ്റ്സ്. നമ്മുടെ മോണ്ടിസോറിയിലെ ഓരോ ആക്ടിവിറ്റി, റൈറ്റിംഗ് മൂവ്മെന്റ്സിനെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മോണ്ടിസോറിയിലെ ആദ്യത്തെ മെറ്റീരിയൽ, സെൻസോറിയിലെ ആദ്യത്തെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ ബ്ലോക്കാണ്. ഈ സിലിണ്ടർ ബ്ലോക്കിൽ എന്താണ്? നോബ് സിലിണ്ടേഴ്സ് ആണ് ഉണ്ടാവുക. ഈ നോബ് സിലിണ്ടേഴ്സിൽ നമ്മൾ പിടിച്ചെടുക്കുന്നത് ഈ 3 ഫിംഗേഴ്സ് വെച്ചിട്ടാണ്. ഈ 3 ഫിംഗേഴ്സ് വെച്ച് എടുക്കുന്നതിലൂടെ തന്നെയാണ് നമ്മൾ പെന്ന് ഹോൾഡ് ചെയ്യുന്നതും പെൻസിൽ ഹോൾഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇതിലൂടെയാണ് അവരുടെ റൈറ്റിംഗ് മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യുക. ഓരോ മെറ്റീരിയലിനും ഓരോ എയിമുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ വൊക്കാബുലറി ഉണ്ടാവും. ഇതിലൂടെയൊക്കെയാണ് അവരുടെ റീഡിങ്, റൈറ്റിംഗ് ഒക്കെ ഇംപ്രൂവ് ചെയ്തു വരുന്നത് എന്നുള്ള കാര്യമാണ് 7th പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി 8th പോയിന്റ് എന്ന് പറഞ്ഞാൽ സിറ്റ് ഓൺ ദ ചൈൽഡ്സ് ഡോമിനന്റ് സൈഡ് എന്നുള്ളതാണ്. നമ്മൾ കുട്ടിയെ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയെ എപ്പോഴും ടീച്ചറുടെ ഇടതു ഭാഗത്തായിരിക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ വലതു ഭാഗം. അതായത് കുട്ടിക്ക് ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രസന്റേഷൻ വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടീച്ചറുടെ ഇടതു ഭാഗത്തായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഏത് പ്രസന്റേഷൻ നമ്മൾ കൊടുക്കുമ്പോഴും കുട്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണോ എന്നുള്ളത്
നമ്മളെപ്പോഴും ഉറപ്പുവരുത്തേണ്ടതാണ് കേട്ടോ. ഓക്കെ, 9th പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂസ് സ്ലോ ഡെലിബറേറ്റ് മൂവ്മെന്റ്സ് എന്നുള്ളതാണ്. ഈച്ച് ആക്ടിവിറ്റി ഈസ് ന്യൂ ടു ദ ചൈൽഡ്, സ്ലോ ഡൗൺ സോ ഹി ക്യാൻ വാച്ച് യുവർ എക്സാക്ട്നെസ് എന്നുള്ളതാണ്. നമ്മുടെ മോണ്ടിസോറിയിലെ ഓരോ ആക്ടിവിറ്റിയും കുട്ടികൾക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും, ഒരു പുതുമയേറിയ ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയും കുട്ടിക്ക് പുതിയതായതുകൊണ്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ടും ഭയങ്കര ഓരോ മെറ്റീരിയൽ പ്രസന്റേഷനിൽ നമ്മുടെ ഫിംഗേഴ്സിന്റെ മൂവ്മെന്റ് ഉൾപ്പെടെ എല്ലാം വളരെ മെല്ലെ ചെയ്യണം. എന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് അത് കറക്റ്റായിട്ട് വീക്ഷിച്ച് മനസ്സിലാക്കി അതേപോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും തിടുക്കം കൂടുതലായിരിക്കും, പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. സോ അത് നമ്മൾ എത്രമാത്രം സ്ലോ ആക്കി ചെയ്താലാണ് അവരതിൻ്റെ 10% അവരത് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. 10th പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻകറേജ് ദം ടു യൂസ് ദ മെറ്റീരിയൽസ് റിപ്പീറ്റഡ്ലി ടു ഇൻക്രീസ് ദെയർ മാസ്റ്ററി എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും കുട്ടികളെ ഒരു മെറ്റീരിയൽ പഠിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ എൻകറേജ് ചെയ്യണം. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ പല കുട്ടികൾക്കും ഫെഡപ്പ് ആകാറുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ അവർക്കത് മാസ്റ്റർ ചെയ്യാനും അടുത്തൊരു മെറ്റീരിയലിലേക്ക് പോകാനും നമുക്കിതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു മെറ്റീരിയൽ ആ കുട്ടി ചെയ്യുന്നോ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ ആദ്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവരെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ചെയ്യണം. വാവ്, ഗ്രേറ്റ്, സൂപ്പർ, നന്നായിട്ടുണ്ട്, ഒന്നും കൂടെ ചെയ്താലോ, റിപ്പീറ്റ് ചെയ്താലോ, ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഒന്നും കൂടെ ചെയ്താലോ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അവരെ എൻകറേജ് ചെയ്താൽ മാത്രമായിരിക്കും അവർക്ക് അവരുടെ ലേണിംഗ് പ്രോഗ്രഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി 3 പീരീഡ് ലെസൺ എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് 3 പീരീഡ് ലെസൺ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. 3 പീരീഡ് ലെസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മോണ്ടിസോറിയിലെ നമ്മൾ ഏതൊരു മെറ്റീരിയൽ പഠിപ്പിക്കുമ്പോഴും ഈ ഒരു 3 പീരീഡ് ലെസൺ ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയും. അപ്പം അതിൽ ഒന്നാമത് വരുന്നത് നെയിമിംഗ് ആണ്. കണ്ടില്ലേ, ഫസ്റ്റ് വൺ ഈസ് നെയിമിംഗ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് പഠിപ്പിക്കാൻ പോകുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലിരിക്കുന്ന പെന്നാണെങ്കിൽ ദിസ് ഈസ് എ പെൻ, ആൻഡ് എന്തെങ്കിലും വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വാച്ച് ആണെങ്കിൽ നമ്മൾ പറയും ദിസ് ഈസ് എ വാച്ച് എന്ന് പറയും. ഇതിനെയാണ് നെയിമിംഗ് എന്ന് പറയുന്നത്. ഏതൊരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും, അല്ലേ? എന്നാൽ മാത്രമല്ല കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. സോ നെയിമിംഗ് കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ദിസ് ഈസ് തിക്ക്, ദിസ് ഈസ് തിൻ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് പീരീഡ് ഈസ് റെക്കഗ്നിഷൻ ആണ്. രണ്ടാമത് വരുന്നത് എന്താണ്? റെക്കഗ്നൈസ് ചെയ്യണം. എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക? നമ്മൾ ചോദിക്കണം, അല്ലേ, ഇതിലേതാണ് പെൻ, അല്ലെങ്കിൽ ഇതിലേതാണ് വാച്ച്, അല്ലെങ്കിൽ പേനയിലൊന്ന് ടച്ച് ചെയ്യാമോ, അല്ലെങ്കിൽ വാച്ചിലൊന്ന് ടച്ച് ചെയ്യാമോ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ആ കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട്, അത് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ സെക്കൻഡ് പീരീഡ് ആയിട്ട് വന്നിരിക്കുന്നത് റെക്കഗ്നിഷൻ ആണ്. ഈ റെക്കഗ്നിഷന്റെ ഭാഗമായി ചിലപ്പോൾ ചോദിക്കും ഗീവ് മീ ദ തിക്ക്, ഗീവ് മീ ദ തിൻ എന്നുള്ളതാണ്. തിക്കും തിന്നും ഏതാണെന്ന് തരാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാൻ യു പ്ലീസ് ടച്ച് ഓൺ ദിസ് പെൻ, അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് ഗീവ് മീ ദറ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വാച്ച് ഏതാണെന്നും പെൻ ഏതാണെന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ വന്നിരിക്കുന്നത് എന്താണ്? തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ ഓഫ് ദ വേർഡ് ആണ്. പ്രൊനൗൺസിയേഷൻ ഓഫ് ദ വേർഡ്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു നെയിമിംഗ് കൊടുത്തു, അതേപോലെ റെക്കഗ്നൈസ് ചെയ്തു. ഇനി നമ്മൾ അത് എന്താണെന്ന് കുട്ടി പറയുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? അതിനാണ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദ വേർഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് നമ്മൾ ചോദിക്കും വാട്ട് ഈസ് ദിസ്, ക്യാൻ യു പ്ലീസ് ടെൽ മീ ദ നെയിം ഓഫ് ദിസ് ഒബ്ജക്റ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി തന്നെ പറയും ദിസ് ഈസ് എ പെൻ. അപ്പോൾ പെൻ എന്ന് പറഞ്ഞ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് തേർഡ് പീരീഡിലൂടെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. In 3 simple steps, the entire learning progress is brought into play എന്നുള്ളതാണ്. ഈ 3 പീരീഡ് ലെസണിലൂടെ നമ്മൾ കൊടുക്കുന്നതിലൂടെ അവരുടെ എൻറ്റയർ ലേണിംഗ് പ്രോഗ്രഷൻ കംപ്ലീറ്റ് ചെയ്യുകയും അവർക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഇതിലൂടെ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഓരോ മോണ്ടിസോറി മെറ്റീരിയലും ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ്. ഓരോ കാര്യങ്ങൾക്ക് അതിന് വൊക്കാബുലറി കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്.
സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനിരുന്നത് ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ്. ഒരു മോണ്ടിസോറി മെറ്റീരിയൽ പ്രസന്റ് ചെയ്യുമ്പോൾ ജനറൽ ആയിട്ട് നമ്മളുടെ മനസ്സിൽ വെക്കേണ്ട, നമ്മളുടെ ഓർമ്മയിൽ കരുതേണ്ട കുറച്ച് ടോപ്പിക്സുകൾ, കുറച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.